Hello guys, welcome back to the channel. Today's video is so special. You know why? I'm gonna be showing my fully built Yamaha R6. Now, first of all, this bike is not just a bike. This is how I got bankrupted. $3,500, 3.8 lakh Indian rupees, and around 12,000 dirhams. In short, I'm broke. But every time I start this bike, I feel rich. So, guys, Yamaha R6. ഇതൊരു ലെജൻഡ് ബൈക്കാണ്. സൂപ്പർ സ്പോർട്ട് എന്തൂസിയാസ്റ്റിൻ്റെ ഡ്രീം ബൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സൂപ്പർ സ്പോർട്ട് ഫീൽ. ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ആ ഒരു റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി അഗ്രസീവ്. നമ്മൾ ആ ഒരു S1000RR എടുക്കട്ടെ, ഒരു ജിക്സർ എടുക്കട്ടെ, അതൊന്നും ഓടിക്കുന്ന ആ ഒരു ഫീലേ അല്ല നോർമലി യമഹ ബൈക്സിൻ്റെത്. പിന്നെ ആ ഒരു പഴയ R6 R1 ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഇതിൻ്റെ ആ ഒരു റൈഡിങ് പോസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു പ്രോപ്പർ സൂപ്പർ സ്പോർട്ട് ഫീൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ദുബായ് റോഡ്സിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ട്രാഫിക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രിൽ ചിക്കനായിട്ടൊക്കെ എടുക്കാം നിങ്ങളെ കാല്. അമ്മാതിരി ഹീറ്റാണ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വെതർ കണ്ടീഷനിൽ ഒട്ടും സ്യൂട്ടബിളായിട്ട് ഉള്ള വണ്ടിയേ അല്ല റൈഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ റൈഡിങ് സീസണിൽ ഒരു പ്രശ്നമില്ല, നൈസാണ്. ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. എവിടെയൊക്കെയാണ് എൻ്റെ പൈസ പൊട്ടിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ തുടക്കം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഈ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ? സോ ദിസ് ഈസ് മോട്ടോസ്റ്റോം ഹെഡ്ലൈറ്റ്, ഫുൾ LED ഹെഡ്ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ DRLs വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടില്ല. ഹൈ ബീം വരുന്നുണ്ട്, ലോ ബീം വരുന്നുണ്ട്, ഹൈ ബീം വരുന്നുണ്ട്. കാണാൻ നല്ലൊരു അഗ്രസീവ് ലുക്കാണ്. നോർമൽ ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അത് പ്ലെയിൻ നമ്മൾ ഹാലജൻ ബൾബ്സ് വരുന്ന നോർമൽ ഹെഡ്ലൈറ്റ്സ് ആണ്. അത് ഒരു വൈറ്റ് വാഷ് ഫീൽ കിട്ടും ഫ്രണ്ടിൽ. അതുകൊണ്ടാണ് ഇത് മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ഡാർക്ക് അഗ്രസീവ് ലുക്ക് കിട്ടാനായിട്ടാണ് ഈ ഒരു ഹെഡ്ലൈറ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ആ ഒരു ലുക്ക്. ഞാൻ പറഞ്ഞ പോലെ DRL, ലോ ബീം, പിന്നെ ഇത് ഹൈ ബീം. ഇതാണ് ഹൈ ബീം. സോ അതാണ് ആ ഒരു ലുക്ക്. പിന്നെ നല്ല ബ്രൈറ്റുമാണ്, നല്ല പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. മൂവിങ് ഓൺ, വിൻസ്ക്രീൻ. എൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് ഒരു ചാത്തൻ വിൻസ്ക്രീൻ ആയിരുന്നു. ഞാൻ എടുത്തപ്പോൾ എന്ത് ഉണ്ടായിരുന്ന വിൻസ്ക്രീൻ ആയിരുന്നു. അത് മാറ്റിയിട്ട് ഞാനിപ്പോൾ സീറോ ഗ്രാവിറ്റിയുടെ കോർസ വിൻസ്ക്രീനാണിത്. ഇത് അത്യാവശ്യം നമുക്ക് നല്ലൊരു ഡൗൺ ഫോഴ്സ് തരും. പിന്നെ കാണാൻ അത്യാവശ്യം ട്രാഫിക്കിലൊക്കെ നിൽക്കാൻ നേരത്ത് എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഞാൻ ഒരു റോസിയാണെന്നുള്ള ഫീലൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. സോ അത് പിന്നെ ഓവറോൾ ഒരു സ്റ്റാൻസ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കാൻ നേരത്ത് നൈസാണ്. എസ്പെഷ്യലി ആ ഒരു ലോങ് ബബിൾ വിൻസ്ക്രീനും ആ ഒരു ഹെഡ്ലൈറ്റും, പിന്നെ നമ്മൾ ഈ കുറച്ച് കാർബൺ ഫൈബർ പാർട്സ് ഫ്രണ്ട് മൾഗാർഡ് കാർബൺ ഫൈബറാണ്. പിന്നെ ഡാഷ്ബോർഡ് പാനൽസ് കാർബൺ ഫൈബറാണ്. ടാങ്ക് കവേഴ്സ് കാർബൺ ഫൈബറാണ്. സോ കുറച്ച് വെയിറ്റ് റിഡക്ഷന് ഞാൻ പൈസ ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിനി ധൈര്യമായിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ തിന്നാൻ പ്രശ്നമൊന്നുമില്ല. സൈഡിലേക്ക് വരാൻ നേരത്ത് ഞാൻ നമ്മുടെ ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്സ് ബ്രെംബോ RCS 19-ൻ്റെ മാസ്റ്റർ സിലിണ്ടേഴ്സ് ആണ്. കുറച്ച് ക്രിസ്പി ഷാർപ്പ് ബ്രേക്കിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതിൽ. വേറെ ഒന്നും ഞാൻ മേജറായിട്ട് ബ്രേക്കിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. പാഡ്സും ബ്രെംബോ ആണ്, നമ്മളെ മാസ്റ്റർ സിലിണ്ടേഴ്സും ബ്രെംബോ ആണ്. ഇറ്റ് ലുക്സ് കൂൾ ദോ. പിന്നെ പ്രാക്ടിക്കാലിറ്റിയാണ്. എൻ്റെ ഒരു മോഡ്സും പ്രാക്ടിക്കലല്ല, ജസ്റ്റ് ഒരു ലുക്ക് പർപ്പസിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ നിങ്ങൾ ഈ ലിവർ പ്രൊട്ടക്ടേഴ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതും പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്, ലുക്സിന് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ എന്ന്. ഗൈസ്, അതാണ് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി. നിങ്ങൾ രണ്ട് സൈഡ് ഇത് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ആർ ഇൻ ട്രാക്ക്, ഇഫ് യു ആർ ഇൻ റോഡ്, വാട്ട് എവർ, നിങ്ങളൊരു ക്രാഷിൽ പെടുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ക്ലിക്കാവണത് ബ്രേക്ക് ആയിരിക്കും. സോ ഇൻ കേസ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഷ് ആയിരിക്കും അത്.
അപ്പോഴായിരിക്കും അൺഫോർച്ചുനേറ്റ്ലി ബ്രേക്ക് അപ്ലൈ ആവണത്. അപ്പോൾ എന്താ പറ്റുക? ഫ്രണ്ട് വീല് ലോക്കാവും. ഫ്രണ്ട് വീല് ലോക്കായിട്ട് നിങ്ങൾ വീഴും. ഇതാണ് സംഭവിക്കണം. ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിവർ പ്രൊട്ടക്ടേഴ്സ്, അല്ലാണ്ട് നമ്മൾ ആ ഒരു കൂൾ എസ്തെറ്റിക്സ് ലുക്സിന് വേണ്ടിയൊന്നുമല്ല. സോ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നമ്മുടെ ലിവേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ലിവേഴ്സ് വോർട്ടെക്സിൻ്റെ ലിവേഴ്സാണ്. പിന്നെ കോഡ് ലോക്ക് ഉണ്ട് ഓഫ് കോഴ്സ്. വേറൊന്നും ഞാൻ മേജറായിട്ട് ഇവിടെ വേറൊന്നുമില്ല. പിന്നെ മൂവിങ് ഓൺ, നമ്മളെ സീറ്റ്സ് അൽക്കന്താര സീറ്റ്സ് ആണ്. സീറ്റ് കൗൾസ് ഉണ്ട്. സോ നമ്മളെ ഫ്രണ്ട്സ് ഗേൾസ് ആർക്കും ബാക്കിലിരിക്കാൻ പറ്റത്തില്ല. റിയർ ഫുഡ് പെക്സ് ഇല്ല, കംപ്ലീറ്റ്ലി ഗോൺ. പിന്നെ ഡിമോട്ടിയുടെ ക്രാഷ് പ്രൊട്ടക്ടേഴ്സാണ് ഞാൻ യൂസ് ചെയ്യണത്. ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ്, RNGയുടെ എൻജിൻ പ്രൊട്ടക്ടേഴ്സ് രണ്ട് സൈഡിലുണ്ട്, അപ്പർ സൈഡിലുണ്ട്. പിന്നെ മെയിൻ തിങ് നമ്മുടെ പെയിൻറ്റ് ജോബ്. ഇതാണ് മെയിൻ അപ്ഗ്രേഡായിട്ട് ചെയ്തിട്ടുള്ളത്. ടു ബി ഓണസ്റ്റ്, ഇതിലാണ് വണ്ടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യണത്. ബാക്കിയെല്ലാം സപ്പോർട്ടിങ് മോഡ്സ്, പിന്നെ പ്രാക്ടിക്കാലിറ്റി മോഡ്സാണ്. പ്യുവർ എസ്തെറ്റിക് ലുക്സിന് വേണ്ടി ചെയ്തിട്ടുള്ളത് പെയിൻറ്റ് ജോബ്. ഫുൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളെ മല്ലുവാണ്, മിസ്റ്റർ പിക്സൽ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിന് ഫുൾ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബൈക്കേഴ്സ് കേവാണ്. നമ്മളെ വണ്ടി സ്ട്രിപ്പ് ചെയ്തതും പിന്നെ സാധനങ്ങളെല്ലാം ഫിക്സ് ചെയ്തതും ബേസ് കോട്ട് പെയിൻ്റ് എല്ലാം ചെയ്തിട്ടുള്ളതും എല്ലാം ബൈക്കേഴ്സ് കേവിൽ നിന്നാണ്. നമ്മുടെ സ്വന്തം ഷോപ്പ് പോലെയാണ്. നമ്മുടെ സ്വന്തം ഷോപ്പ് പോലെയാണ്. സോ പിന്നെ മെയിൻ തിങ് നമ്മുടെ പെയിൻറ്റ് ജോബ്, ഫുൾ കസ്റ്റം പെയിൻറ്റ് ജോബ്. ഒരു സ്റ്റിക്കറും ഇല്ല. എൻ്റെ ഈ ലോഗോ അല്ലാണ്ട് വേറെ ഒന്നും സ്റ്റിക്കറല്ല, ഫുൾ പെയിൻ്റാണ്. ഫുൾ പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുള്ളത് നമ്മളെ മല്ലുവാണ്, മഞ്ജുഷ് ബ്രോ, ട്രൂ ലെജൻഡ്. ഹീ ഈസ് എ ട്രൂ ലെജൻഡ്. പുള്ളിയാണ് ഫുൾ പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ആ ഒരു ഡ്രോപ്പ് ഷെയ്ഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡീറ്റെയിൽസ്. പുള്ളി അമ്മാതിരി ഇരുന്ന് ചെയ്ത ഒരു സംഭവമാണ് ഈ സാധനം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഡ്രോപ്പ് ഷെയ്ഡ്, പിന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നിന്ന് കാണാൻ നേരത്ത് ഓക്കെ ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ ഡിസൈൻ. പക്ഷെ നമ്മൾ അടുത്തോട്ട് പോകാൻ നേരത്താണ് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാവണത്. ആ ഒരു ഡ്രോപ്പ് ഷെയ്ഡ്സ്, പിന്നെ ആ ഒരു ലോഗോയുടെ ആ ഒരു കട്ടിങ്സ്, ഇതൊക്കെ പ്രോപ്പർ മെഷർമെൻറ്റ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് 2 പീസാണ്. അപ്പോൾ അതിലൊക്കെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എടുത്താണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഞാനൊക്കെ ആരും ചെയ്തിരുന്നെങ്കിൽ ഞാൻ മറ്റേ നൈസായിട്ട് കട്ടൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാട്ടിക്കൂട്ടി വയ്ക്കും. പക്ഷെ പുള്ളി ട്രൂ ലെജൻഡ്. പിന്നെ എൻ്റെ ഒരു വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ലീസ്റ്റ് എഫേർട്ട് ഇട്ടിട്ടുള്ള വണ്ടി എൻ്റെ വണ്ടിയാണ്. കാര്യം പുള്ളിയുടെ വർക്കൊക്കെ അന്യായമാണ്. പുള്ളി അമ്മാതിരി ആർട്ടിസ്റ്റാണ്. പെയിൻറ്റർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. ഗൈസ് മൂവിങ് ഓൺ, നമ്മുടെ എക്സോസ്റ്റ് അതിലേക്ക് വരാം. ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളങ്ങ് ഇഗ്നോർ ചെയ്യുക. നമ്മുടെ ടെയിൽ ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോട്ടോ സ്റ്റോമിൻ്റെ തന്നെ ഫുൾ LED ഇൻറ്റഗ്രേറ്റഡ് ടെയിൽ ലൈറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റ്സും എല്ലാം ഇതിനകത്ത് തന്നെയാണ്. സോ എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം ഫുൾ ടൈറ്റാനിയം എക്സോസ്റ്റാണ്. ഫുൾ ടൈറ്റാനിയം എക്സോസ്റ്റ് സിസ്റ്റമാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് മഫ്ലേഴ്സ്, ആക്രബോവിക്കിൻ്റെ ഫുൾ കാർബൺ മഫ്ലേഴ്സ്. അതൊരു ഓവറായിട്ട് ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് അല്ല, ഒരു മൈൽഡ് ബാസ് ആ ഒരു സൗണ്ടാണ്. എനിക്ക് ട്രബിളുള്ള സൗണ്ട് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം R6 നല്ല ഹൈ റവിങ് എഞ്ചിനാണ്. ഇറ്റ് വിൽ ഗോ അപ് ടു 15.5-16,000 RPM റെഡ് ലൈൻ. സോ ആ അത്രയും റെവ് ചെയ്യണ ഒരു ബൈക്കിൽ നമ്മളിപ്പോൾ നല്ല ട്രബിളുള്ള എക്സോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വലിയ താല്പര്യമുള്ള ഒരാളല്ല. എനിക്ക് ഒരു മൈൽഡ്, നമുക്ക് കേൾക്കാൻ നേരത്തെ അത്യാവശ്യം ഒരു സുഖമുള്ള ഒരു എക്സോസ്റ്റ് വയ്ക്കണതാണ് എനിക്ക് താല്പര്യം. പിന്നെ ഞാൻ ഇതിൽ സ്റ്റേജ് 1 ചെയ്തിട്ടുണ്ട്, EC ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഹൈക്കുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചെറിയ പോപ്സ്, ബാങ്ക്സ്, പിന്നെ ഫ്ലെയിംസ് സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന്.
അത്ര ലൗഡ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് സാറ്റിസ്ഫൈ ആവണ സൗണ്ട് ഉണ്ട്. ഏത് പിന്നെ നമ്മളെ നാട് പോലെയല്ല, ഇവിടെ അവർക്ക് ഇതിനോടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം നമുക്ക് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യണ ഒരു ലോയും നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യണ ഒരു ഗവൺമെൻറ്റുമാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാൻ, നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ കേസ് നമ്മളൊരു ഗ്രൂപ്പ് റൈഡൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി വിത്ത് അസ്, ദേ വിൽ ഗിവ് അസ് എസ്കോർട്ട്, ദേ വിൽ support us in any manner, they will get rid of the traffic ahead, you know. അപ്പോൾ അത്രയും ബ്ലെസ്ഡ് ആണ് നമ്മൾ ദുബായ് റോഡ്സിൽ റൈഡ് ചെയ്യാൻ. ഇത് തന്നെയാണ് മെയിൻ ഒരു കാര്യം. എല്ലാവരും എന്നോട് ചോദിക്കുന്നത് നാട്ടിലെന്താണ് വണ്ടി എടുക്കാത്തത്, നാട്ടിലോട്ട് വരണില്ല തിരിച്ച്, എന്തിന്, അതിൻ്റെ ആവശ്യം എന്താണ്? ഇവിടെ സുഖമാണ്, ഇവിടെ നമുക്ക് പോലീസിനെ പേടിക്കണ്ട, ഇവിടെ റോഡിൻ്റെ കുറുക്കെ ആരും എടുത്ത് ചാടത്തില്ല, പട്ടി ചാടത്തില്ല, പശു ചാടത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം നമുക്കിവിടെ ഇല്ല. അതിനോ നാട് നന്നാവണുണ്ട്, നാട് ഡെവലപ്പ് ആവണുണ്ട്, ബട്ട് സ്റ്റിൽ പോലീസ് ആൾക്കാരിവിടെ മാറണ്ടേ? ആൾക്കാർ നമ്മളെ പഴയ ആൾക്കാരല്ലല്ലോ. ചില ആൾക്കാരുണ്ട് നല്ല ആൾക്കാർ, പക്ഷേ എന്നും പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല. ഇവിടെ ഒരു മെജോറിറ്റി എടുത്തു കഴിഞ്ഞാലും ആൾക്കാർ അങ്ങനെയാണ്. ആൾക്കാർ നൈസാണ്, ആൾക്കാർ കൂളാണ്, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല, അവർക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 20% ഉള്ളൂ അങ്ങനെ, ബാക്കി 80% ആൾക്കാർ പരദൂഷണവും, നമ്മളൊരു വണ്ടിയാരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളെ കൊല്ലി. ഞാൻ ഈയിടയ്ക്ക് ഒരു വീഡിയോ എന്തോ കണ്ടു, ഒരു ഡ്യൂക്കിൽ എന്തോ ഒരു പയ്യൻ ആക്സിഡൻ്റായി, അവനെക്കുറിച്ച് അവൻ ആക്സിഡൻ്റ് ആയതുകൊണ്ട് ഫുൾ ഡ്യൂക്ക് കമ്മ്യൂണിറ്റി ആൾക്കാരെല്ലാം മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും ജീവനോടുണ്ട്, എനിക്കിതാ വേറെ വണ്ടിയുണ്ട്. ഇവിടെ ആരും കണ്ടിട്ട് ഇതേപോലെ വേറൊരാൾ മരിച്ചു അതുകൊണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല, നിങ്ങൾ വണ്ടി ഓടിക്ക് നിർത്തണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇതൊക്കെ അവിടെ നടക്കത്തുള്ളൂ. ഇവിടെ ഇതൊന്നും നടക്കത്തില്ല. എല്ലാവർക്കും ദുബായിൽ വന്ന് വണ്ടി എടുത്ത് ഓടിക്കാൻ പറ്റണമെന്നില്ല. ഇവിടുത്തെ ലൈസൻസിന് തന്നെ ഞാൻ നല്ലൊരു പൈസ ചിലവാക്കി. പൈസയേക്കാൾ ഐ ടുക്ക് എ ഫക്കിംഗ് ലോഡ് ഓഫ് എഫേർട്ട് ടു ഗെറ്റ് എ ലൈസൻസ്. അമ്മാതിരി കഷ്ടപ്പെട്ടാണ് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് അത്ര അതിന് നമ്മൾ ആ എഫേർട്ട് ഇടുന്നത് കാണാനും ഉണ്ട് റോഡിൽ. സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ ഗൈസ്, റൈഡ് റെസ്പോൺസിബിളി, അത്രേ പറയാനുള്ളൂ, അല്ലാണ്ട് ഇപ്പം വേറെ ഒന്നും പറയാനില്ല.